അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ നമുക്ക് മക്കൾക്ക് സുഖമാണ്. മക്കൾക്ക് സ്കൂളിൽ നിന്ന് പഠിത്തമില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഈ പനിയും കാര്യങ്ങളും മറ്റേ നീരും അതൊക്കെ ഉള്ളതുകൊണ്ടേ ഇതാ നമ്മുടെ കതവ് ഗ്രില്ല് ഇതെല്ലാം ഇട്ട് പെയിൻ്റൊക്കെ അടിച്ച് മാഷാ അല്ലാഹ് ഇന്നലെ വൈകിട്ടാണ് ചെയ്തത്. അപ്പോൾ അൽഹംദുലില്ലാ ഇവിടം വരെ എത്തി. നോക്ക് ഇതിപ്പോൾ നമ്മളെ പ്ലംബിങ്ങുകാർ വരും ഈ ബാത്റൂമിൻ്റെ ഇതും സിങ്കും കാര്യങ്ങളൊക്കെ നമുക്ക് പൈപ്പും ഒക്കെ തരുമ്പോൾ അതിൻ്റെ അളവ് തരുമ്പോൾ നമുക്ക് പോയി എടുക്കാനേ. പിന്നെ ബാത്റൂമിൻ്റെ ഡോറ് രണ്ടും പെയിൻ്റൊക്കെ അടിച്ച് അതിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു. ഷീറ്റിട്ട് എല്ലാം കഴിഞ്ഞു എല്ലാം. ഇനി നമ്മുടെ ഇവിടെ കിണറാണ് കേട്ടോ. ഇത് ഫുള്ള് ഇവിടെ നിന്ന് കുറച്ച് ഗ്യാപ്പുണ്ട്. ഈ അടുക്കളയിൽ നിന്ന് ഇവിടം വരെ വരാൻ കുറച്ച് ഇത്ര ഗ്യാപ്പേ ഉള്ളൂ. നോക്ക് ഇതേപോലെയാണ്. ഇന്ന് എനിക്ക് പണിയില്ല ഇന്നലെ. അപ്പോൾ നമുക്ക് ഒന്നിരാടുമാണ് പണി. ഈ ചൂടുള്ളതുകൊണ്ടേ റബ്ബറിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞ് പൂക്കുന്ന സമയമാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഫുള്ള് മാഷാ അല്ലാഹ് അടിപൊളിയല്ലേ. ഇതിനകം കാണിച്ചു തരാം. അപ്പോഴിപ്പം അടവ് വന്നപ്പോഴത്തേക്ക് അല്ലെങ്കിൽ കതവ് ഭയങ്കര പടപടാ അടയ്ക്കൊക്കെ വരുന്നു. അപ്പോൾ ഈ അടുക്കളയിലെ ഈ അടപ്പും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഓക്കെ. നമുക്ക് ഈ സ്ലാവിൻ്റെ തട്ട് പൊളിക്കണം. പുകയെടുപ്പും വെച്ച് ഇവിടെയാണ് പുകയെടുപ്പ്, ഇവിടെ സിങ്ക് വയ്ക്കാനാണ് ഇട്ടേക്കണത്. അപ്പോൾ ഈ പുകയെടുപ്പ് സിങ്കും കൂടെ വെച്ച് തറ നമുക്ക് ജസ്റ്റ് ഒന്ന് തറയിടണം. അപ്പോൾ ഇത്ര പണിയും കൂടെ ആകുമ്പോഴത്തേക്ക് അൽഹംദുലില്ലാ എല്ലാം കഴിഞ്ഞ്. പിന്നെ ഒന്ന് വൈറ്റ് കൂടെ അടിക്കണം. ചൂട് രാത്രിയായ മക്കൾക്ക് കിടന്നുറങ്ങാൻ പറ്റാണ്ടുള്ള ചൂട് ഇപ്പോഴത്തെ അല്ലേ. നമുക്ക് ഇനി മഴ പെയ്തിട്ട് വേണം മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ. അൽഹംദുലില്ലാ പണിയൊക്കെ ഇവിടം വരെ ആയി. ഇനി നമുക്ക് ഈ പ്ലംബിങ്ങിൻ്റെ പണിക്ക് ഇപ്പോൾ ഈ ആഴ്ച തന്നെ പണി നടക്കും. പിന്നെ റമളാനിക്ക് മുമ്പ് എന്തായാലും നമ്മളിവിടെ വേവിക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. ഇനി നമുക്കൊരു അടപ്പും കൂടെ ഇട്ട് കാണിച്ചു തരാം. മുകളിലോട്ട് പട്ടി കയറി പോകാണ്ടിരിക്കാനേ. അപ്പോൾ ഒരു മഴ പെയ്തിട്ട് ഞാൻ വിചാരിച്ച് ഒരു മഴയൊക്കെ പെയ്തിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം അങ്ങോട്ട് ക്ലിയർ ചെയ്യാം. ഈ കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈ വേസ്റ്റ് നോക്ക്, അല്ലെങ്കിൽ ഇതൊക്കെ നിറഞ്ഞിതാവും. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അൽഹംദുലില്ലാ റാഹത്തായി. ഈ ഒരു മഴ പെയ്യുമ്പോഴത്തേക്ക് അറിയാം ഇവിടുത്തെ അവസ്ഥ, വെള്ളക്കെട്ട് എങ്ങനെയാണ് എന്താണെന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇപ്പോൾ പാറപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇനി ബാക്കി പണി ചെയ്യാനേ. അപ്പോൾ ഇതാണ് നമ്മളെ വീടിൻ്റെ പണി. ഇനിയിപ്പോൾ ബാക്കി ഫ്രണ്ട് മാത്രമല്ലേ നമ്മൾ പെയിൻ്റ് അടിച്ചുള്ളൂ, ബാക്കിയും കൂടെ പെയിൻ്റ് അടിക്കണം. അൽഹംദുലില്ലാ ഞങ്ങളെ ദുആ ഉണ്ട്, ഒരുപാട് ഉമ്മമാരെ ദുആ ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ ഇന്നത്തെ സ്പെഷ്യലുകൾ കുടുംബ വീട്ടിലോട്ട് കയറാം. ഇന്ന് നമുക്കിവിടെ പള്ളിയിൽ ഹജ്ജിൻ്റെ ക്ലാസ്സാണ്. മക്കൾ 3 പേരും ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ടേ പോവാനും പറ്റൂല. ഇവർ മക്കൾ മിണ്ടാണ്ടിരിക്കൂലല്ലോ. പിന്നെ ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ വാപ്പ തുടങ്ങിയെന്തോ, വാപ്പ പോയില്ലെന്ന് തോന്നുന്നു. നമ്മളെ പീനട്ട് ബട്ടർ ഫ്രൂട്ട് കണ്ട, പീനട്ട് ബട്ടർ ഫ്രൂട്ട് നിൽക്കുന്നു, അത് നല്ലതുണ്ട്. പിന്നെ വാപ്പ പാവലൊക്കെ നട്ട് പടത്തി വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നത്തെ സ്പെഷ്യലുകൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഉമ്മാൻ്റെ വീട്ടിലെ അടുക്കളയാണ് കേട്ടോ. ചീരത്തോരൻ, പിന്നെ മീൻകറി, വങ്കടയാണ് കേട്ടോ, വങ്കട. പിന്നെന്താ വെച്ചെന്ന വാഴക്കൂമ്പ് തോരൻ, പിന്നെ ചീനി, പിന്നെ ചോറ്, പിന്നെ അച്ചാറ്, പിന്നെ സാമ്പാറും ഉണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ ഇതൊക്കെയാണ് നമ്മുടെ പണി. ഇന്നത്തെ സ്പെഷ്യലുകൾ. ഇന്ന് എല്ലാവരും ഉണ്ട്, ഗസ്റ്റുകളുണ്ട്, വലിയമ്മ വലിയപ്പ എല്ലാവരും ഉണ്ട്. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇപ്പോൾ പണിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വീടിൻ്റെ എല്ലാം ഇപ്പോൾ ഉടനെ തന്നെ കഴിയും അൽഹംദുലില്ലാ. റമളാനിക്ക് മുമ്പ് എന്തായാലും നമ്മളെ പണി പൂർത്തിയാവും. പിന്നെ ഇന്നലെ ഒരു വീഡിയോ ചെയ്തില്ലേ, അതിൽ അൽഹംദുലില്ലാ ഒരുപാട് നല്ല കമൻറ്റുകൾ വന്ന്. പിന്നെ കള്ള ഐഡിയിലൊക്കെ വന്നിട്ടുള്ള കമൻറ്റുകളൊക്കെ നമുക്ക് മുന്നത്തെ വീഡിയോസിനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ല കേട്ടോ. ആരെന്തൊക്കെയോ പറയണുണ്ട്, അതൊന്നും നമുക്ക് പ്രശ്നമല്ല. എൻ്റെ ലൈഫല്ലേ, എൻ്റെ ലൈഫ് എനിക്ക് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞ് കളഞ്ഞതാണ്. പിന്നെ പോട്ടെ, എല്ലാം പോട്ട് ഇൻഷാ അല്ലാഹ്. അതിന് ശേഷമാണ് ഈ വാടകയിൽ നിന്ന് നരകിച്ചെന്ന് ഇവിടം വരെ എത്തിയത്. അതുകൊണ്ട് എനിക്ക്
സന്തോഷമാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ആ വീട് ഈ വീട് തമ്മിൽ ഇത്ര ഗ്യാപ്പേ ഉള്ളൂ. കണ്ട, വീടെല്ലാം നീറ്റാക്കി ഇട്ടിട്ടാണ് ഞാൻ അപ്പുറത്തോട്ട് പോയത്. നമുക്ക് സ്റ്റോർ റൂം ഒന്ന് സെറ്റ് ചെയ്യണം. സ്റ്റോർ റൂം സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുണ്ട്, മിക്സിയും കാര്യങ്ങളും കലമൊക്കെ ഞാൻ മേടിച്ചിട്ടാ. നമുക്ക് ചോറ് വയ്ക്കാനേ ഒരു മംഗലം കൂടെ മേടിക്കണം. പിന്നെ ഇതൊക്കെ നമുക്ക് കിട്ടിയതാണല്ല. പിന്നെ കുറച്ച് ഞാൻ മേടിച്ച്, ഇതൊക്കെ എൻ്റെ കൂട്ടുകാരി കൊണ്ട് തന്നെയാണ്. ഈ പാത്രം, പിന്നെ ഒരു മിക്സി വാങ്ങിയായിരുന്നു. അപ്പോൾ മക്കൾക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്, ഇളയ മോനിക്കില്ലേ. അപ്പോൾ ജ്യൂസ് അടിക്കാൻ വേണ്ടി ഒരു മിക്സി, പിന്നെ ഇതെൻ്റെ കൂട്ടുകാരി, അതായത് മസ്റുമോളെ കൂട്ടുകാരി കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അൽഹംദുലില്ലാഹ് ഇവിടം വരെ എത്തി. പിന്നെ അടുക്കള അകത്ത് നിന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അടുക്കള. പിന്നെ നമുക്ക് ഇട്ടാവട്ടം നിന്നിട്ട് വേവിക്കാനേ വലിയത് വേണ്ട. ഒരു സ്റ്റെപ്പ് ഇപ്പോൾ മണ്ണിൻ്റെ അടിയിൽ പോയതുകൊണ്ട് അധികം ഹൈറ്റില്ല. ഈ തറയും ജസ്റ്റ് നമുക്ക് ടൈലിടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടം വരെ എത്തി, ഇങ്ങനെയൊക്കെ ആയി. അൽഹംദുലില്ലാ, ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഒരുപാട് ഉമ്മമാരെ ദുആ, ഇത്താമാരെ ദുആയൊക്കെ ഉണ്ട് കേട്ടോ, അനിയത്തിമാരെ. പിന്നെ ചില കോളുകളൊന്നും എടുക്കാൻ പറ്റില്ല, അപ്പോൾ ഒരേ ജോലിയിലായിരിക്കും. ഇന്ന് വീട്ടിൽ ഇരിക്കുന്ന ദിവസമല്ലേ, രാവിലെ അല്ലെങ്കിൽ പണിക്ക് പോണതല്ലേ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിങ്ങളാ ചൂട്, സഹിക്കാൻ പറ്റാത്ത ചൂട്, വെളിയിൽ ഇറങ്ങാൻ പറ്റണില്ല. പിന്നെ റബ്ബർ തോട്ടത്തിൽ നിൽക്കുമ്പോൾ മരത്തിൻ്റെ തണലില്ലേ നമുക്ക് വരും. പിന്നെ ഇന്നലത്തെ വീഡിയോ 3 വീഡിയോ ഇട്ട്, അത്യാവശ്യം കുഴപ്പമില്ല, ആൾക്കാർ കണ്ട്. അൽഹംദുലില്ലാ ഞങ്ങൾ കണ്ട്. ഇപ്പോൾ സമാധാനവും സന്തോഷമുള്ള ഇതാക്കി. നമ്മൾ എല്ലാ കാര്യങ്ങളും വന്നിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ പറയാൻ പറ്റില്ല. നമ്മുടെ ലൈഫ് ഒരുവിധം ജസ്റ്റ് പറഞ്ഞു കളഞ്ഞതാണ്. അത് ഈ കുത്തുവാക്കുകളും ഈ പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ടാണ് പറഞ്ഞു കളഞ്ഞത്. നമുക്ക് ഈ വലിയ ബ്ലോഗർമാർക്കൊന്നും കുഴപ്പമില്ല കേട്ടോ, ഈ ചെറിയ നരന്തുകൾക്കാണ് കുഴപ്പം. അതായത് എങ്ങനെയെങ്കിലും റീച്ച് ആവണം, എന്നിട്ട് റീച്ച് ആവാൻ പറ്റണില്ല. അതിൻ്റെ ഒരു തന്ത്രപ്പാടിലാണ്. നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്ന ഡോളറില്ലേ, നമുക്ക് ആത്മാർത്ഥതയെ സത്യസന്ധതയാണ് എന്ന് വിചാരിച്ചിട്ട് ചെയ്യണം. അത് പിന്നെ ഒരു തെളിവ് ഞാൻ ചെയ്യുന്നുണ്ട്. ജോക്കർ അതാരാണെന്ന് ഞാൻ വെളിപ്പെടുത്താൻ ഇനി കുറച്ച് സമയം കൂടെ ഉള്ളു. ഞാനല്ല വെളിപ്പെടുത്തുന്നത്, വേറൊരാൾ. അത് കണ്ടുപിടിച്ച് നമ്മൾ സകല എവിഡൻസോട് കൂടിയാണ് ഹാജരാക്കുന്നത്. നമുക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല കേട്ടാ. എൻ്റെ ജീവിതം പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കിയാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ഞാൻ മറന്നു കളഞ്ഞതാണ്, എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചതാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഒരു കമൻറ്റ് കണ്ട, അമ്മുക്കുട്ടി എന്തോ ഞാൻ ചെയ്തെന്ന്. ആരാ ചെയ്ത്? നമ്മളെ വീട്ടിൽ അവരായിരുന്നു താമസിച്ചിരുന്നത്. ആരെയും ഇവിടെ ഒന്നിൻ്റെ മേലിൽ ഉപദ്രവിച്ചിട്ടുമില്ല, ഞാൻ ഒന്നുമില്ല. എന്തെങ്കിലും കള്ള ഐ ഡിയിൽ, പിന്നെ ഒരു പുതിയ ഐ ഡി തുടങ്ങിയിട്ടുണ്ട്, മസ്റൂ. അതാരാണ്? പിന്നെ ജമ്മു ജമീല, പിന്നെ ഐഷു നേഹെ. അതിൻ്റെയൊക്കെ കമൻറ്റൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ചുമ്മാ അവരെ നോക്കിയാണ്, അവരെയൊക്കെ ഞാൻ ഹൈഡ് ചെയ്തിട്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ കാര്യമാണ് നമ്മൾ പറയണത്. നിങ്ങൾ സാക്ഷിയിലാണോ എനിക്ക് കല്യാണം നടത്തിയത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ സാക്ഷിയിലാണോ കല്യാണം നടത്തിയത്, അല്ലെങ്കിൽ നിങ്ങളെ കുടുംബക്കാരനാണോ കെട്ടിയത്? പിന്നെ ഷെമിയുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, പുന്നോട്ട് എവിടെയാണ് താത്താൻ്റെ വീട്? പുന്നോട്ട് ഷെമി ഒരു റോസ് പിങ്ക് കളർ ഇതിട്ടേക്കണത്. ആദ്യമേ എന്നെ ദ്രോഹിക്കാൻ പറയണേണ്. നിങ്ങളൊന്നും വീട്ടിൽ ഭർത്താക്കന്മാരൊന്നും ഇല്ലേ, അല്ലെങ്കിൽ വീട്ടിലാരും ഇല്ലേ ഭരിക്കാനും, അല്ലെങ്കിൽ അനുസരണക്കേട്? ഈ ഷെമി ആരാണ്? എൻ്റെ കമൻറ്റ് മാത്രം വെച്ചിട്ട് ഒരു പ്രമാണം എഴുതണതിൻ്റെ അത്രയുണ്ടല്ല. ഷെമി ജമ്മു ജമീല, പിന്നെ ആര് ഇവർക്കൊക്കെ സഹിക്കാൻ പറ്റാതെ നിൽക്കുകയാണ്. സഹിക്കാൻ പറ്റാത്തവർക്കൊരു ചൂട് കൂടുമ്പോൾ ഈ മെൻ്റലുള്ളവർക്ക് ആർക്ക് നെല്ലിക്ക തളം വെക്കേണ്ടി വരും. അതേപോലത്തെ ഒരു അവസ്ഥയിലോട്ട് പോവുകയാണ്. നെല്ലിക്ക തളം. അപ്പോൾ ഡോക്ടർമാർക്ക് ചിലവ് കൂടുകയും ചെയ്യും. സത്യത്തിൽ നിങ്ങളൊക്കെ മൊത്തത്തിൽ മെൻ്റലായതാണ്, അഭിനയിക്കുകയാണ്. എനിക്ക് അറിഞ്ഞൂടാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുകയാണ്. നിൻ്റെ ഇതൊക്കെ കുടുംബകാര്യത്തിൽ എനിക്കൊക്കെ നിൻ്റെ മാപ്പിളയുടെ പേരെന്താണ്? ഷെമി. ഞാൻ ചോദിക്കാൻ അറിഞ്ഞൂടാൻ വയ്യാഞ്ഞിട്ട്. നിന്നെയൊക്കെ ഇങ്ങനെ അയച്ചു വിട്ടേക്കാണ്. അതേ ഇല്ലേ, ആരും ഇല്ലേ? എന്തേൻ്റെ കുഴപ്പമാണ്? നീ പിന്നോട്ട് എവിടെയാണ് നിൻ്റെ വീട്? കുറേ ആയി പിന്നോട്ട്, എന്നെ എല്ലാം അറിയാം. നീ ആര്? എൻ്റെ വാപ്പാ കൂട്ടരാ, അതെൻ്റെ ഉമ്മ കൂട്ടരാ.
അപ്പോഴത്തേക്ക് ഞാൻ ഒരൊറ്റ കാര്യം എൻ്റെ അടുത്ത് പറയാനുള്ളൂ, നിനക്ക് ഒറിജിനൽ ഐഡൻറ്റിറ്റിയിൽ വരാം, നീ ആരാണെന്ന് ചോദിച്ചിട്ട് ഇതുവരെ പറയൂല. പിന്നെ എൻ്റെ കുടുംബത്തിൽ നിന്നാണ് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാം. ക്ഷമി. അതുകൊണ്ട് കള്ള ഐഡൻറ്റിറ്റി നിൻ്റെ വാപ്പായൊന്നും ഉമ്മായൊന്നും ഇല്ലേ? ഞാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. കുറേ നാളല്ല, ഒരു 2 മാസമായി. ഓക്കെ, എൻ്റെ കയ്യിൽ ആദ്യം പിന്നെ മല്ലിമുളക് ആമിനാത്താരയിൽ പോയിട്ട് നെജിലായ എങ്ങനെ തട്ടിക്കാൻ നോക്കിയിട്ടും പറ്റണില്ല. പിന്നെ അതിൽ കയറാമെന്ന് വിചാരിച്ച് അസുരവിത്തിൻ്റെ കയ്യിൽ. ഇപ്പോഴത്തേക്ക് ഒരു കാര്യമുണ്ട്, എനിക്കിപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ എൻ്റെ ലൈഫ് വെച്ചല്ലേ കുറേ തിന്നത്, അതിനൊന്നും ഞാൻ ഒരിക്കലും പൊരുത്തപ്പെടൂല. അതത്രേ ഉള്ളൂ. കാരണം എന്നറിയാമോ, ഒരു പെണ്ണിനെ പിച്ച് ചീന്തി തിന്നണതൊന്നും പൊരുത്തമില്ലാത്തതാണ്. അന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത്രേ പറഞ്ഞോളൂ, എന്നെക്കുറിച്ച് ചെയ്യുന്നതിന് എനിക്ക് വല്ലാഹി പൊരുത്തമില്ല. നിങ്ങൾ ചെയ്തോളി, അത് നിങ്ങൾക്ക് റബ്ബിനും നിങ്ങളും തമ്മിലായിക്കൊള്ളണം. ഞാൻ ഇപ്പോഴും പറയണം, വല്ലാഹി ഇത്രയും എന്നെ അപമാനിച്ച് ഞാൻ മറന്ന കാര്യങ്ങളും എല്ലാം എൻ്റെ കൂടെ രഹസ്യം നടിച്ച് നിന്ന് എൻ്റെ കയ്യിൽ നിന്നെല്ലാം ചോർത്തിയിട്ട് ഈ ചെയ്ത കാര്യം. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ആമിനാത്ത ഇവർക്കെതിരെ ഒരു വീഡിയോ ചെയ്തായിരുന്നു മല്ലിമുളക്. അതിൽ ചെയ്തപ്പോൾ ഇവർ ഹൈഡ് ചെയ്യിപ്പിക്കാൻ പറഞ്ഞ് അത് രഹസ്യമാക്കി വെച്ചേക്കണം, ആ പ്രൈവറ്റ് മാറ്റും. അപ്പം അവരെ മോളെ കാര്യം വന്നപ്പോൾ പൊള്ളി. അതാണിത്. അതുകൊണ്ടൊരു കാര്യമുണ്ട്, എന്നെ ദ്രോഹിക്കുമ്പോഴേ കുറച്ച് ആത്മാർത്ഥതയിൽ ദ്രോഹിക്കണം കേട്ടാ. നിങ്ങളെ മോളെ പ്രായം പോലും എനിക്കില്ല. നാണം ഉണ്ടാ ഇതൊക്കെ പറയാൻ വയസ്സാം കാലത്ത്? ഇത്രയൊക്കെ പറയാനുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ദ്രോഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഒരു പെണ്ണിന് നിങ്ങൾ ബ്രോക്കർ പണി എഴുതിയിട്ടല്ലല്ലോ എനിക്ക് മാപ്പിളേനെ തിരക്കിയത്, പരസ്യമായിട്ട് തന്നെ പറയണത്. കുറേ 1.5-2 മാസമായി മസറൂറ. അല്ല, ഈ വീടും പെരയിടത്തിൻ്റെ പ്രമാണം അങ്ങ് തരാം. ചുമ്മാതാ ആൾക്കാരെനിക്ക് തന്ന് വെച്ച വീടും എൻ്റെ ബന്ധുക്കളെല്ലാം കൂടെ എടുത്തത് എങ്ങക്കങ്ങ് തരാം ഞാൻ, എൻ്റെ പ്രമാണം കൂടെ. ഒന്നുമില്ല. നമ്മൾ ആരെ ഇരക്കണേനും കൊണ്ടുവരും. ഇത് ഇരക്കണമല്ല, ഞാൻ ആരെടുത്ത് നിർബന്ധിച്ച് പറഞ്ഞില്ല. എന്നെ കണ്ട് മനസ്സിലാക്കി സഹായിച്ചവരാണ്. ഈ 3-3.5 വർഷം കൊണ്ട് എനിക്ക് സഹായിക്കണമെങ്കിൽ അതിനൊരു ബർക്കത്ത് എനിക്ക് റബ്ബ് തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, അന്ന് എൻ്റെ റബ്ബിൻ്റെ അടുത്താണ് ഞാൻ പറഞ്ഞിട്ടുള്ള, കണ്ണീര് പൊഴിച്ചിട്ടുള്ള. അല്ലാതെ നിങ്ങളെൻ്റെ അടുത്ത് സ്നേഹം നടിച്ച് നിന്നിട്ട് കാര്യം ചോദിച്ച ഒരു കമൻറ്റ് ഇങ്ങനെ ഷെമി എന്നെ കിടന്ന് ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ട് ആ കമൻറ്റിലൂടെ ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ 2 കെട്ടിച്ചു എന്ന്. അപ്പോൾ അതുടനെ എത്തീം മക്കളല്ല, ഇവിടെ ആരെത്തീമെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്ത് എൻ്റെ മക്കൾക്ക് ഉമ്മയും വാപ്പയും ഞാനാണ്. അല്ലെങ്കിൽ എൻ്റെ മക്കളെ പറയുമ്പോൾ നിങ്ങൾക്ക് കൊള്ളണത് എന്താണ്? നിങ്ങളെ കുടുംബക്കാരെ അല്ലെങ്കിൽ നിങ്ങളെ മോളെ കാര്യം വന്നപ്പോഴത്തേക്ക് വീട്ടിൽ വന്നിരിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് പൊള്ളിയാണ്. അതുകൊണ്ടൊരു കാര്യമുണ്ട്, ഒരു പെണ്ണിനെ പിച്ച് ചീന്തുമ്പം സ്വന്തം വീട്ടിലിരിക്കുന്ന ന്യൂനത ആദ്യം പറയണം. നിങ്ങൾക്ക് ഒരു ഭർത്താവില്ലേ? അതൊന്നും പുറത്തിറങ്ങി നടക്കുന്ന മനുഷ്യനല്ലേ? ഞാൻ ചോദിക്കുകയാണ്, ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടാ സ്ത്രീയെ? ഇത്രയേ ഉള്ളൂ. എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനൊരു നിയത്തുണ്ട്. എന്തെന്നറിയാമോ, എനിക്കൊരു ആഗ്രഹമുണ്ട്, കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഞാൻ പലരിടത്തും പറഞ്ഞു, ഞാൻ ഈ ഒരു വർഷക്കാലം യൂട്യൂബ് ചാനൽ തുടർന്നു പോകും. അതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നെങ്കിൽ പാവങ്ങൾക്കുള്ളത് അത് മോണിറ്റൈസേഷൻ ഞാൻ ഓഫാക്കിയിട്ടേ ചെയ്തോളൂ. അപ്പം ഒന്നിത്തി സമാധാനമായിട്ട് അവിടെ ഇരിക്കുമോ? അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യമുണ്ട്, പള്ളിക്ക് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് വരി. കുറേ ആയി ലൈവിലൊക്കെ കിടന്ന് വാദോരാതെ വെള്ളം കൂടെ കുറച്ച് കുടിച്ചോ, അല്ലെങ്കിൽ അറ്റാക്ക് വരും. ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.